ഇപ്പം ആചാര ലംഘനങ്ങളിലൊന്നും ഈ സർക്കാർ ഇടപെടുന്നില്ല, നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. എവിടെ വേണമെങ്കിലും നിങ്ങൾ പരിശോധിച്ച് നോക്കാം. ഇതിപ്പം സംഭവിച്ച പൂരത്തിൻ്റെ ഇതിലെന്ന് പറയുന്നത് നേരത്തെ ഇതിൻ്റെ സംഘാടകരി തന്നെ അവിടുത്തെ ആൾക്കാരാണ്, നിങ്ങൾക്കറിയാമല്ലോ. റവന്യൂ വകുപ്പ് മന്ത്രിയാണ് ഇതിൻ്റെ മുഖ്യ സംഘാടകനായിട്ട് അവിടെ നിൽക്കുന്നത്. അതുപോലെ നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ ലോക്സഭാ സ്ഥാനാർത്ഥിയായ ശ്രീ അഡ്വക്കേറ്റ് സുനിൽകുമാർ. ഇവരെ രണ്ടുപേരും സംബന്ധിച്ച് നമുക്ക് രാഷ്ട്രീയത്തിന് അതീതമായി നമ്മൾ പറയുമ്പോഴത്തേക്ക് രാഷ്ട്രീയത്തിന് പൂരത്തിൻ്റെ അവർക്കൊരു വളരെ സ്വാധീനമുള്ള നേതാക്കളാണ് ഈ രണ്ടുപേരും. അപ്പം ഇവിടെ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ, പക്ഷേ അവിടെ പെട്ടെന്ന് ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും കമ്മീഷനും ACP ആയിട്ട് ഒരു പ്രശ്നങ്ങൾ ആളുകളൊന്നും കടത്തി വിട്ടിട്ടില്ല. നേരത്തെ രാംകുമാർ സാർ പറഞ്ഞാൽ ആനയ്ക്ക് കൊടുക്കേണ്ട പട്ട അതൊന്നും കൊടുക്കണ്ട എന്നുള്ള ഒരു ധാർഷ്ട്യത്തിലാണ് നിന്നത്. അത് അറിഞ്ഞോടെ തന്നെ ഗവൺമെൻറ് നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം കോഡ് ഓഫ് കോണ്ടാക്റ്റ് നിൽക്കുന്ന സമയമാണ്. നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ ഇടപെടില്ല. ഇലക്ഷൻ കമ്മീഷൻ്റെ അനുവാദത്തോടുകൂടി 3 പാനൽ കൊടുത്തിട്ടുണ്ട്. ഇവരെ മാറ്റിയിട്ട് 3 അംഗങ്ങളെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ADGP അജിത് കുമാറിനെ അതിൻ്റെ അന്വേഷണ വിധേയമായി അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ ഇതിപ്പോൾ നിങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കല്ലേ. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇത് രാഷ്ട്രീയവൽക്കരിച്ച് ഒരു സാമുദായിക ഈ സംവിധാനം ഇതെന്ന് വെച്ചാൽ ഒരു ഹിന്ദുക്കളെ മാത്രമുള്ള അല്ല പൂരം എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ നാനാ ജാതിക്കാർക്ക് എല്ലാവരും പൂരം എന്ന് പറയുന്നത് മതം നോക്കാതെയും രാഷ്ട്രീയം നോക്കാതെയും ആസ്വദിക്കുന്ന തൃശ്ശൂർക്കാർ മാത്രമല്ല, ലോകമെമ്പാടത്തുള്ള ജനങ്ങൾ ആസ്വദിക്കുന്ന ഒരു ഉത്സവമാണ് തൃശ്ശൂർ പൂരം. അവരത്തെ വെടിക്കെട്ടെന്ന് നിങ്ങൾക്കറിയാമോ, സാമ്പിൾ വെടിക്കെട്ടായിരുന്നാലും അല്ലാതെ പൂരം വെടിക്കെട്ടായിരുന്നാലും ലോകത്തിലെ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വെടിക്കെട്ടാണ്. നിർഭാഗ്യവശാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായത് ഒരു കാരണവശാലും നിങ്ങൾക്കറിയാം. ഇതിനു മുമ്പ് പൂരം തുടങ്ങുമ്പോൾ തന്നെ ഈ വനംവകുപ്പിൽ നിന്ന് ആനകളുടെ ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്നു. അതിനെ ക്ലിയറാക്കി ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി തന്നെ അത് ക്ലിയറാക്കി. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്നാമത് ഉഷ്ണം നമുക്ക് കാലാകാലങ്ങൾ വരുമ്പോഴത്തേക്ക് ഉഷ്ണങ്ങളൊക്കെ കൂടുന്നതാണ്. അത് ആനകൾക്ക് അത് അഫോർഡബിൾ ആണോ എന്നുള്ള രീതിയിലായിരിക്കും അവർ വനപാലകരെ അത് ഇറക്കിയിട്ടുള്ളൂ. കാര്യം അവർക്ക് നിങ്ങൾക്കറിയാമല്ലോ, കൊല്ലത്തുള്ള പുട്ടിങ്ങൽ കേസിനെ നിങ്ങൾക്കറിയാമോ, DGP തന്നെ തീർച്ചയായും. കാര്യം എന്ന് വെച്ചാൽ എന്താണ് കാര്യം, അന്ന് കളക്ടർ അനുവാദം കൊടുത്തൊന്നും കൊടുത്തില്ല എന്നും എന്നുള്ള ഇതിൽ വലിയ കോലാഹലം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഈ ഉത്സവം എന്ന് പറയുന്നത് ഒരിക്കലും LDFനെ സംബന്ധിച്ച് ഒരിക്കലും മതത്തിൻ്റെ പേരിലുള്ള ഒരു കാരണം ഇതിലും ഇടപെടില്ല. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നിങ്ങൾ രാംകുമാർ സാർ എൻ്റെ ഒരു ഗുരുനാഥൻ്റെ ഞാനുമൊരു വക്കീലാണ് സാറേ. ഇതെന്ന് പറയുന്നത് അന്ന് ശബരിമല കേസ് എങ്ങനെയാണ്, സുപ്രീം കോടതി വിധിയല്ലേ. സുപ്രീം കോടതി വിധി എല്ലാവരും അംഗീകരിച്ച് കൊണ്ടുപോയല്ലേ. സതീഷ് വസന്ത്, രണ്ട് കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞപ്പോൾ അതിൻ്റെ മറുപടി പറയാതെ മുന്നോട്ട് പോയാൽ ശരിയാവില്ലാത്തതുകൊണ്ട് ഇടപെട്ട് മാത്രം 2 കാര്യങ്ങളാണ്. ഒന്ന്, താങ്കൾ ഏറ്റവും അവസാനം പറഞ്ഞത് ശബരിമലയിൽ സുപ്രീം കോടതി വിധി എന്താണ് പറഞ്ഞത്? അവിടെ ഉണ്ടായിരുന്ന 1955 മറ്റോ ആണ്, ഞാൻ ഓർമ്മ ശരിയല്ല, അതൊന്ന് പരിശോധിക്കണം. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഉത്തരവ് റദ്ദാക്കുന്നു എന്നല്ലാതെ അവിടേക്ക് സ്ത്രീകളെ കൊണ്ടുപോകണമെന്നോ പോലീസിന്റെ സംരക്ഷണം കൊടുക്കണമെന്നോ ഒന്നും ആവശ്യപ്പെട്ടിരുന്നില്ല. അവിടെ ഞാൻ പറഞ്ഞില്ല നോക്കൂ, അതിന്റെ കംപ്ലൈന്റ് ആരാണ്? കംപ്ലൈന്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളൊന്നുമില്ല, സ്ത്രീകൾ തന്നെ. അവർക്ക് ശബരിമലയിൽ കയറണം എന്നുള്ള ഒരു അപ്പീലുമായിട്ട് അല്ല കോടതിയെ സുപ്രീം കോടതിയെ സമീപിച്ചത് കംപ്ലൈന്റ് ആണ്, അല്ലാതെ വേറെ അല്ല സാർ. അങ്ങനെയെങ്കിൽ സുപ്രീം കോടതിയെ സമീപിച്ച യങ് ലോയേഴ്സ് അസോസിയേഷൻ അവർ തന്നെ പറഞ്ഞു തങ്ങളെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചാണ് അവിടേക്ക് ഈ തീരുമാനത്തിലേക്ക് കൊണ്ടുവന്നത് പറയുന്നത്. രണ്ടാമത്, സുപ്രീം കോടതി ആരെയും തോക്കും വാളും ഒക്കെ കൊടുത്ത് അവിടേക്ക് കൊണ്ടുവരാൻ നിർദ്ദേശം നൽകിയിരുന്നു. അത് ശബരിമലയുടെ കാര്യത്തിൽ അവിടെ നിൽക്കട്ടെ. രണ്ടാമത് നമുക്ക് പൂരത്തിലേക്ക് തന്നെ വരാം. പൂരത്തിൻ്റെ കാര്യത്തിൽ താങ്കൾ ആദ്യം സൂചിപ്പിച്ച പോലെ MR അജിത് കുമാർ അന്വേഷിക്കുന്നു. എങ്ങനെയാണ് സാർ അദ്ദേഹം അന്വേഷിക്കാൻ സാധിക്കുക? പൂരത്തിൻ്റെ തലേന്നും അന്നും അവിടെ ക്യാമ്പ് ചെയ്തിരുന്ന ഓഫീസറാണ് MR അജിത് കുമാർ. അദ്ദേഹം അവിടെ നടത്തേണ്ട ഇടപെടലുകൾ അദ്ദേഹം നടത്തിയില്ല എന്ന് പറഞ്ഞത് നമ്മളാരുമല്ല പറഞ്ഞത്, സംസ്ഥാന പോലീസ്, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സംസ്ഥാന പോലീസിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടിലാണ് പറയുന്നത്. ADGPയുടെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടായിരുന്നിട്ട് പോലും അവിടെ നടത്തേണ്ട ബ്രീഫിംഗ് നടത്തിയില്ല, ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരുന്നില്ല, കൃത്യസമയത്ത് ഇടപെടൽ നടത്തിയിരുന്നില്ല. ഇന്ന് MR അജിത് കുമാർ ഒരു മാധ്യമത്തോട് പറഞ്ഞത് അത്ര ഗുരുതരമായ അവസ്ഥയുണ്ടായിട്ടും അത് തന്നെ അറിയിച്ചില്ല എന്ന്. അത് അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തെ ക്രമസമാധാന നിലയുടെ കാര്യത്തിൽ ആശങ്കയുണ്ട് സാർ. കാരണം ആ ക്രമസമാധാന നിലയുടെ
ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ താൻ അറിഞ്ഞില്ല, രാത്രിയിലായതുകൊണ്ട് താൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ, ഇത്ര വലിയൊരു ചടങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പാടേ പരാജയമാണ്, അദ്ദേഹം പരാജയമാണെന്ന് തുറന്ന് സമ്മതിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിന് പറ്റിയ വീഴ്ച അദ്ദേഹം അന്വേഷിച്ചാൽ എവിടെയാണ് സാറേ നീതി ലഭിക്കുക? മറ്റൊന്ന്, താങ്കൾ തന്നെ പറഞ്ഞു ലോകത്തുള്ള മുഴുവൻ ആളുകളും ഉറ്റുനോക്കുന്ന, അഭിമാനത്തോടെ നോക്കുന്ന തൃശ്ശൂർ പൂരം. ഈ തൃശ്ശൂർ പൂരം പോലെ ഇത്ര വലിയ ഒരു ഇവന്റിൽ നിസാര ബുദ്ധിയോടെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥർക്ക് മാത്രം കൈകാര്യം ചെയ്താൽ, അല്ലെങ്കിൽ അവർ തീരുമാനം പോലെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് വീണ്ടും പറയുന്നതെങ്കിൽ അവിടെ ആ ഉത്സവത്തിന് നൽകുന്ന പ്രയോറിറ്റി എന്താണ് എന്ന ചോദ്യം. പിന്നെ ഒരു ഒറ്റ കാര്യം കൂടി, താങ്കൾ മുന്നോട്ട് വെച്ച റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ട് എന്നത്, അങ്ങനെയെങ്കിൽ ഒരൊറ്റ ഫോൺ കോൾ കൊണ്ട് ഏതാനും മിനിറ്റുകൾ കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമായിരുന്നു. രാവിലെ അവിടെ കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്ത് തുടങ്ങിയതാണ് അവിടെ പ്രശ്നങ്ങൾ. അപ്പോഴെങ്കിലും മന്ത്രിക്കൊന്ന് ഇടപെട്ടിരുന്നുവെങ്കിൽ ADGP MR അജിത് കുമാർ എന്ന് പറയുന്നത് മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ മാത്രമല്ല, സർക്കാരിന് വേണ്ടപ്പെട്ട ആളാണ്, സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. ഒരു ചെറിയ ഫോൺ കോൾ കൊണ്ട് മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും. അവിടെയൊന്നും ഒരു ഇടപെടൽ കാണുന്നില്ല. ഇപ്പോൾ മുഴുവൻ പ്രശ്നവും ആ കമ്മീഷണർ മാത്രം വരുത്തി വെച്ചതാണെന്ന് പറഞ്ഞ് എങ്ങനെ തല ഊരാൻ പറ്റും? അതാണ് ചോദ്യം.